ഈ ചോദ്യകർത്താവ് ചോദിച്ച മൂന്നാമത്തെ ചോദ്യവും അതിൻ്റെ മറുപടിയും എല്ലാവരും നന്നായി മനസ്സിലാക്കേണ്ടതാണ്. സാധാരണക്കാരായ ആളുകളെ പുരോഹിതന്മാർ പറഞ്ഞ് പറ്റിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് മൂന്നാമത്തെ ചോദ്യം. അഥവാ ചില പണ്ഡിതന്മാർ വസിയ്യത്തിന്റെ ബാബിൽ ഖബറുകളുടെ മുകളിൽ കുബ്ബയുണ്ടാക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്താൽ അത് സ്വഹീഹാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നേരത്തെ പറഞ്ഞതിനൊക്കെ എതിരല്ലേ എന്നതാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ ആകത്തുക. അതിന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്ന മറുപടി, വഅമ്മൽ മസ്അലത്തു സാലിസ, മൂന്നാമത്തെ ചോദ്യം, ഫൽ ഹാസിലു മിൻ ഇൽത്തിറാബിൻ വഖഅലി ശൈഖൈനി ഫീഹ, ഈ വിഷയത്തിൽ ശൈഖൈനിക്ക് സംഭവിച്ച ചില പെടച്ചലുകൾ, ചില ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, അന്ന ഖൗലഹുമാ ഫിൽ ജനായിസി യുക്റഹുൽ ബിനാഉ അലൽ ഖബരി മുറാദുഹുമ, ജനായിസിന്റെ ബാബിൽ ഖബറുകളുടെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കറാഹത്താണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഫി മിൽക്കി ശഖ്സി ഔ ഗൈരിഹി ബിഇദ്നിഹി, ഒരു വ്യക്തി അവന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഖബറിന്റെ മുകളിൽ വല്ല നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതോ, ഔ ഗൈരിഹി ബിഇദ്നിഹി, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അയാളുടെ അനുവാദപ്രകാരം ഒരു മൂന്നാം കക്ഷി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതോ, അതിനെക്കുറിച്ചാണ് ജനായിസിന്റെ ബാബിൽ ഖബറിന്റെ മുകളിൽ നിർമ്മാണം കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പിതാവിന് എൻ്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മറവ് ചെയ്തു, എന്നാൽ അതിൻ്റെ മുകളിൽ ഞാൻ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് കറാഹത്താണ്. ഇത് ജനങ്ങൾ നന്നായി മനസ്സിലാക്കണം. സാധാരണക്കാരുടെ മുമ്പിൽ മറച്ചു വെച്ചുകൊണ്ട് പുരോഹിതന്മാർ അവരെ കബളിപ്പിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അപ്പോൾ എൻ്റെ പിതാവിനെ ഞാൻ എൻ്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മറവ് ചെയ്താൽ ആ ഖബറിന്റെ മുകളിൽ വല്ല നിർമ്മാണ പ്രവർത്തനം, അത് കുബ്ബയാവട്ടെ, ഖബറിനെ സ്വന്തം കെട്ടിപ്പൊന്തിക്കലാവട്ടെ, അതെന്ത് തന്നെയാണെങ്കിലും കറാഹത്താണ് എന്ന് തുഹ്ഫത്തുൽ മുഹ്താജും മിൻഹാജും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചതാണ്. ഒരു വിഷയം കറാഹത്താണെന്ന് പണ്ഡിത ലോകം പറയണമെങ്കിൽ കർശനമല്ലാത്ത വ്യക്തമായ വിരോധം ഉണ്ടാകണം എന്ന് നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി വിരോധിച്ചിട്ടുണ്ട് ഒരു വ്യക്തി അവന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഒരു ഖബറിന്റെ മുകളിൽ വല്ല നിർമ്മാണവും നടത്തുന്നത്, അതുപോലെ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അയാളുടെ അനുവാദപ്രകാരം ഖബറിന്റെ മുകളിൽ വല്ല നിർമ്മാണവും നടത്തുന്നത് കറാഹത്ത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുത്ത, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിർമാർജനം ചെയ്യാൻ ശ്രമിച്ച ഒരു വിഷയം തന്നെയാണ്. ഫൈനറാദൽ മുസബ്ബലത്ത അവിൽ മൗഖൂഫ, ജനായിസിന്റെ ബാബിൽ ഖബറിന്റെ മുകളിൽ നിർമ്മാണം പറ്റില്ല എന്ന് പറഞ്ഞത് മുസബ്ബലായ ഭൂമിയെക്കുറിച്ചോ മൗഖൂഫായ ഭൂമിയെക്കുറിച്ചോ ആണെങ്കിൽ കാന മുറാദുഹുമാ കറാഹത്ത് തഹ്രീമി, അവിടെ കറാഹത്ത് എന്നത് ഉദ്ദേശം സാധാരണ കറാഹത്തല്ല, കുറ്റകരമായ കറാഹത്ത് തന്നെയാണ്. തഹ്രീമിന്റെ കറാഹത്താണ്, അവ ഹറാമിന്റെ സ്ഥാനത്ത് തന്നെയുള്ള കറാഹത്താകുന്നു. ജനായിസിന്റെ ബാബിൽ കറാഹത്താണ് എന്ന് പറഞ്ഞത് സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെക്കുറിച്ചാണ്. അല്ലാത്ത സ്ഥലങ്ങളിൽ അഥവാ പൊതുസ്ഥലങ്ങളിൽ ഹറാമു തന്നെയാകുന്നു എന്നാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിന്റെ മറുപടി. എന്നാൽ വമാ ദക്റാഹു ഫിൽ വസായ, വസിയ്യത്തിന്റെ ബാബിൽ ശൈഖൈനി പറഞ്ഞ ഒന്ന്, അഥവാ ഖബറിന്റെ മുകളിൽ കുബ്ബ നിർമ്മിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്താൽ ആ വസിയ്യത്ത് സഹീഹാകും. കാരണം തെറ്റായ കാര്യത്തിന് വേണ്ടി വസിയ്യത്ത് ചെയ്താൽ വസിയ്യത്ത് പറ്റില്ല എന്ന അടിസ്ഥാന പ്രകാരം ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ, കുറ്റകരമാണ് എന്ന് പറയാൻ പറ്റുമോ എന്നതിനെ കുറിച്ചാണ് ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചല്ല, കുറ്റകരമാണോ. അപ്പോൾ നമുക്കറിയാം കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നതാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റമില്ലാത്തതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമായ കാര്യമാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമും വിരോധിച്ചൊരു കാര്യമാണല്ലോ എന്ന നിലയ്ക്ക് ഒരു വ്യക്തി ഒരു കറാഹത്തായ കാര്യം ഉപേക്ഷിച്ചാൽ അവന് കൂലി കിട്ടും. അതേ സമയത്ത് അതവൻ ചെയ്താൽ ആ ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് കുറ്റം അവന്റെ റിക്കാർഡിൽ രേഖപ്പെടുത്തുകയില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച ഒരു കാര്യം ചെയ്തതിന്റെ ദൂഷ്യം, അതൊരു പക്ഷേ പിന്നീട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോടുള്ള മനസ്സിനുണ്ടാകുന്ന വെറുപ്പ് നീങ്ങിപ്പോകാനും അതിലൂടെ ചിലപ്പോൾ ഹറാമിലേക്ക് എത്തിച്ചേരാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോടുള്ള, ദീനിന്റെ നിയമങ്ങളോടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകളോടുള്ള വിരോധങ്ങളോടുള്ള മനസ്സിനുണ്ടാകുന്ന ബഹുമാനം നഷ്ടപ്പെടാനും ഒക്കെ അത് കാരണമായി തീരും എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്, അതിന്റെ പേരിൽ ഒരു കുറ്റം അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടുകയില്ല എന്നാണ് കുറ്റകരമല്ല എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ
മഹാന്മാരായ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് യജൂസു മഅൽ ഖറാഹത്തി. ഇത് കറാഹത്തുള്ളതോടുകൂടെ ജായിസാകും. അഥവാ നിർബന്ധ സാഹചര്യത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അവനതിന് കുറ്റമുണ്ടാവില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മുതഅല്ലിമീങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടി വിശദീകരിക്കുന്നു. അപ്പോൾ വമാ ദക്റാഹു ഫിൽ വസായ, വസീയത്തിന്റെ ബാബിൽ ഇത് കുറ്റകരമല്ലാത്തത് കൊണ്ട് വസീയത്ത് ചെയ്താൽ അത് സ്വഹീഹാകും എന്ന് പറഞ്ഞതിന്റെ മാന മഹ്മൂലുൻ അലാ ഗൈരിൽ ബിനാഇ ഫിൽ മുസബ്ബലത്തി. ആ പറഞ്ഞത് മുസബ്ബലും മൗഖൂഫും അല്ലാത്ത ഭൂമികളിൽ സാലിഹായ മനുഷ്യന്റെ അല്ലെങ്കിൽ അമ്പിയാക്കളുടെ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ചാണ് ചർച്ച. ലിമാ തഖററ ലക അവലൻ, നേരത്തെ നിനക്ക് അത് വ്യക്തമായി ബോധ്യപ്പെട്ടതുപോലെ തന്നെ കറാഹത്തുൽ കിതാബത്തി വമാ ബഅദഹ, ഖബറിന്റെ മുകളിൽ പേരെഴുതി വെക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട വിഷയങ്ങളൊക്കെ ലി തൻസീഹി, അത് കറാഹത്തു തൻസീഹാണ്. ലാലി തഹരീമി, അത് കുറ്റകരമായ കറാഹത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശിച്ച വകയിലുള്ള തൻസീഹിന്റെ കറാഹത്താകുന്നു. അപ്പോൾ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ആണെങ്കിൽ പോലും ഒരു ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ താല്പര്യം എന്ന് പരലോകത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും തങ്ങളുടെ വാക്കുകളെക്കുറിച്ചും ബോധമുള്ള മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം വിരോധിക്കുന്നുണ്ടെങ്കിൽ ആ വിരോധിക്കുന്നത് ചിലപ്പോൾ നേരിട്ട് ആ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് ദുനിയാവിലോ ആഖിറത്തിലോ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടായിത്തീരാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ ഈ പ്രവർത്തനം ചെയ്യുന്നത് നേരിട്ട് തന്നെ ദുരന്തമായിരിക്കും. അപ്പോൾ അതിൻ്റെതായ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിക്കും. ചിലപ്പോൾ നേരിട്ട് ഈ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് ദുരന്തമുണ്ടാവുന്നില്ലെങ്കിലും ഈ പ്രവർത്തനം ചെയ്യുന്നതിനാൽ പലപ്പോഴും ചില അപകടങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകും. അതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിക്കും. ആ നിരോധിച്ച വിഷയങ്ങളെ നാം ചെയ്യുന്നത് കൊണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് ദുരന്തം കാണാനില്ലെങ്കിലും ആ ചെയ്യുന്നത് പിന്നീട് പല ദുരന്തത്തിലേക്കുമുള്ള വഴിയായി തീരും എന്നതാണ്. അതുകൊണ്ടാണ് ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവിടെ ചിലപ്പോൾ ചില ആരാധനകൾക്കും അതുപോലെ തന്നെ ആ ഖബറിനെ കൂടുതൽ ബഹുമാനിക്കാനും ഖബറിനെ തഅലീം ചെയ്യുക എന്ന് പറയുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുവദിക്കാത്തൊരു വിഷയമാണ്. അതേസമയം ഇഹാനത്ത് ചെയ്യാനും പാടില്ല. ഇത് രണ്ടിന്റെയും ഇടയിലാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുസ്ലിമീങ്ങളുടെ ഖബറിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഖബറിന്റെ മുകളിൽ വിസർജനം നടത്താൻ പാടില്ല, കാരണം അത് ഖബറിനെ നിന്ദിക്കലാണെന്ന് നിന്ദിക്കാൻ പാടില്ല. അവിടെ ഇഹ്തിറാം ചെയ്യണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേസമയം ഖബറിനെ തഅലീം ചെയ്യുക എന്ന് പറയുന്നത് അതും പറ്റില്ല, മഹത്വവൽക്കരിക്കുക. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന പരിപാലിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുബ്ബകൾ നിർമ്മിച്ചിട്ടും മറ്റും ജാറങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പരിപാലിക്കപ്പെടുന്ന പല ഖബറുകളിലും ബഹുമാനിക്കപ്പെടുന്ന തഅലീം ചെയ്യപ്പെടുന്ന ഒരു ശൈലിയിലേക്ക് തന്നെയാണ് സാധാരണക്കാരായ ആളുകളെ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന പുരോഹിത വർഗം എത്തിച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഖബറിനെ തഅലീം ചെയ്യാൻ വേണ്ടി നിർമ്മാണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. ആ വിരോധം സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണെങ്കിൽ കറാഹത്തു തൻസീഹാണ്. മുസബ്ബലായ ഭൂമിയിലോ മൗഖൂഫായ ഭൂമിയിലോ ആണെങ്കിൽ അത് ഹറാമാണ്. അത് പണ്ഡിതന്മാരുടേതാവട്ടെ സാധാരണക്കാരുടേതാവട്ടെ ആരുടേതാണെങ്കിലും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അതിനപ്പുറത്ത് വിശദീകരിച്ച് വളച്ചൊടിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ആളുകളെ ശിർക്കിലേക്കും കുഫറിലേക്കും എത്തിക്കാൻ കാരണമായി തീർന്നത് ഇത്തരം പ്രവർത്തനങ്ങളാണ് എന്ന അബൂ ശാമ റഹിമഹുല്ലാഹുവിന്റെ അൽബായിസ് അലാ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിലെ വരികൾ വായിച്ചുകൊണ്ടാണ് നാം ഈ വിഷയത്തിലേക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് എന്നതുകൂടി സാന്ദർഭികമായി ഉണർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച ഒരു കാര്യത്തിനെതിരെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ മഹാനായ അബൂ ശാമ റഹിമഹുല്ലാഹു അവിടുത്തെ അൽബായിസ് അലാ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിന്റെ 11ാമത്തെ പേജിൽ നാം മുമ്പ് വിവരിച്ചതുപോലെ വഹദറു ദൈവത്തുൽ ഹക്കീം, തന്ത്രജ്ഞനായ പണ്ഡിതനായ ആളുകൾക്ക് വരുന്ന പിഴവുകളെ, വഴുതലുകളെ, അവരുടെ അശ്രദ്ധകളെ നാം ജാഗ്രതയോടുകൂടെ കൈകാര്യം ചെയ്യണം. ഫഇന്ന ശൈത്താന ഖദ് യഖൂലു കലിമത്തുൽ വലാലി അലാ ലിസാനിൽ ഹക്കീം, പണ്ഡിതന്മാരുടെ നാവുകളിലൂടെ പലപ്പോഴും പിശാചി അരുതാത്ത പലതും പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിലക്കിയ പലതും പറയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
വിലക്കിയതിന് വിരുദ്ധമായി അത് ചെയ്യണം എന്നോ ചെയ്യാമെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് വന്ന ദൗർബല്യങ്ങളാണെന്ന് മനസ്സിലാക്കി മാറ്റി നിർത്തുക എന്നതല്ലാതെ നബിതങ്ങളുടെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരു പണ്ഡിതന്റെ വാക്കിനെ പരിഗണിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മുസ്ലിമീങ്ങളായ ഒരാൾക്കും അവകാശമില്ല എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ഇവിടെ പരലോക വിശ്വാസമുള്ള മുഅ്മിനീങ്ങളോട് നമുക്ക് ഉണർത്താനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച ഒരു കാര്യത്തിനെതിരെ ലോകത്ത് ഏത് പണ്ഡിതൻ പറഞ്ഞാലും അതിനെ നാം സ്വീകരിക്കേണ്ടതില്ല എന്ന് ഇമാം ദർഖശി റഹിമഹുല്ലാഹു ഖാദിമിൽ പറഞ്ഞതിനെ നിരാകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹു പറഞ്ഞതുപോലെ, അഥവാ വമാ ഫിൽ ഖാദിമി മിമ്മാ യുഖാലിഫു ദാലിക വൈഫുൻ ലാ യുൽതഫതു ഇലൈഹി, അത് നമുക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത അഭിപ്രായമാണ് ഖാദിമിൽ ദർഖശി ഇമാം പറഞ്ഞത് എന്ന് വിവരിച്ചതുപോലെ, ഹജ്ജ് ചെയ്യുന്ന അവസരത്തിൽ തമത്തു ആയിക്കൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിർദ്ദേശം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, ഞാൻ എന്റെ ഉപ്പയുടെ വാക്കാണോ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമോ എന്ന് ചോദിച്ചതുപോലെ, ഇവിടെ നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ളത്, ലോകത്ത് ആര് തന്നെ അനുവദനീയമാണ്, സർക്കർമ്മമാണ് എന്ന് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയ്യുബ്ന അലൽ ഖബറി, ഖബറിന്റെ മുകളിൽ വല്ല നിർമ്മാണവും നടത്തുന്നത് വിരോധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ ഖബറിന്റെ മുകളിലുള്ള ബിനാഇ എന്ന് പറയാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും, അത് ആരുടെ ഖബറായാലും ആരുടെ സ്ഥലത്തായാലും നബി തങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക നിബന്ധന വെക്കാത്ത കാലത്തോളം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഏത് ഖബറിന്റെ മുകളിലാണെങ്കിലും ഏത് ഭൂമിയിലാണെങ്കിലും അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താതിരിക്കുക എന്നത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. അങ്ങനെ ആരെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊളിച്ചു കളയണം എന്നും മക്കയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഖബറിന്റെ മുകളിലുള്ള നിർമ്മാണങ്ങളെയൊക്കെ പൊളിച്ചു കളയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചതും നമുക്ക് പാഠമാണ്. അഥവാ നബിതങ്ങൾ നിർദ്ദേശിച്ചതിനെതിരായി നിർമ്മിക്കാനോ അങ്ങനെ നിർമ്മിച്ചത് കണ്ടാൽ അതിനെ നിലനിർത്താനോ മുസ്ലിമീങ്ങൾക്ക് പാടില്ല എന്ന ഒരു സന്ദേശം നാം മനസ്സിലാക്കുക. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.